നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ കാറിടിച്ച് കൊലപ്പെടുത്തിയ ഐവിൻ ജിജോയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. ഒന്നാം പ്രതി വിനയ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ രണ്ടാം പ്രതി മോഹനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. അരുൺ ശങ്കറാണ് വിവരങ്ങളുമായുള്ളത്. അരുൺ ശങ്കർ, CISF ഉദ്യോഗസ്ഥരുടെ ക്രൂരതയിലാണ് ഈ ചെറുപ്പക്കാരൻ്റെ ജീവൻ പൊലിഞ്ഞിട്ടുള്ളത്. ഐവിന് ജന്മനാട് വിട നൽകുകയാണ്. നടപടികളെക്കുറിച്ച്, കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് എന്താണ്? ഈ കേസിൽ രണ്ട് പ്രതികളാണുള്ളത്. ഒന്ന് ഈ കാർ ഓടിച്ചിരുന്ന CISF SI വിനയ് കുമാർ, രണ്ടാമത്തെ ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന മോഹൻകുമാർ. ഇതിൽ മോഹൻകുമാറിനെ നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാളുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലെ വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി. ഇന്ന് ഇയാളെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. വിനയ് കുമാർ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇയാൾക്ക് നാട്ടുകാരുടെ മർദ്ദനമേറ്റിരുന്നു. ഇതിനെ തുടർന്നാണ് ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ ചെയ്തത്. എന്നാൽ അവിടെ നിന്ന് പിന്നീട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പക്ഷേ ഡോക്ടർ പരിശോധിച്ച ശേഷം ഇയാൾക്ക് വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇയാളെ ഇപ്പോൾ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അല്പസമയത്തിനകം ഇയാളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം ഇരുവരെയും കോടതിയിൽ ഹാജരാക്കും. നാളെയായിരിക്കും ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ളവ നടത്തുക. അതോ അതിനു മുൻപ് തന്നെ ഈ രണ്ടുപേരെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം പ്രവർത്തിച്ചത്, ഇവർ തമ്മിൽ മുൻപ് പരിചയമുണ്ടായിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടിയൊക്കെ ചോദിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ചോദ്യം ചെയ്യൽ ഇന്ന് നടക്കും. അറസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് കോടതിയിലും ഹാജരാക്കും. കസ്റ്റഡിയിൽ രണ്ടാഴ്ചത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങാനാണ് സാധ്യത. അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകുന്നത്. ഇവിടെ ഐവിൻ്റെ വീട്ടിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഹൃദയഭേദകമാണ്. ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ ഐവിൻ ജിജോ. അപ്പോഴേക്ക് CISF ഉദ്യോഗസ്ഥരുടെ ഹുങ്കിൽ ആ ജീവൻ പൊലിയുകയാണ്. കഴിഞ്ഞ ദിവസമാണ് വാഹനം ഓവർടേക്ക് ചെയ്തതിൻ്റെ പേരിലുണ്ടായൊരു തർക്കം. അതിങ്ങനെ ഒരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് പോവുകയായിരുന്നു. നാട്ടുകാർ കണ്ട് വാഹനം ബഹളമുണ്ടാക്കിയപ്പോൾ വാഹനം നിർത്തിയ ശേഷവും ഐവിനെ വലിച്ചഴിച്ചുകൊണ്ട് CISF ഉദ്യോഗസ്ഥർ കാറുകൊണ്ട് നീങ്ങി. തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഐവിൻ്റെ തന്നെ അച്ഛൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നത്. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വലിയ സങ്കടകരമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നവരുണ്ട്. ഈ നാട്ടുകാരുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായിട്ടും അപ്പോഴത്തെ ഒരു പ്രതിഷേധത്തിൽ ഒരു CISFകാരന് കാര്യമായി പരിക്കുകളേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വീട്ടിലേക്ക് മറ്റ് ജനപ്രതിനിധികൾ അങ്ങനെ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? കൃത്യം എത്ര മണിക്കാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഐവിനെ അവസാനമായി ഒരു നോക്ക് കാണാനും ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നാട്ടുകാരും ഒക്കെ ഈ തുറവൂരിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഐവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷം വീട്ടിലേക്ക് എത്തിച്ചത്. പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക വിവരങ്ങൾ തന്നെ ഇന്നലെ പുറത്തു വന്നിരുന്നു. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണം എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക കണ്ടെത്തൽ. ഇപ്പോൾ മൃതദേഹം തുറവൂരിലെ ആരിശ്ശേരിയിൽ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. 2:30 സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. സമീപത്തെ സെൻറ്റ് അഗസ്റ്റിൻ ചർച്ചിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നുള്ളതാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. ഇന്നും കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംസ്കാരത്തിന് മുന്നോട്ടായിട്ടുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ്. ഐവിൻ്റെ വീട്ടിൽ, തുറവൂരിലുള്ള ഐവിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. ഉച്ചയ്ക്ക് 2:30 മൃതദേഹം സംസ്കരിക്കുക.